C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. ഒന്ന് ക്ഷമിക്കെന്റെ ചേട്ടാ, ഞാനൊരു കുഴപ്പക്കാരിയൊന്നും അല്ല. ഇങ്ങനൊരു ബാനർ കണ്ടപ്പോഴേ മലയാളികളാണെന്ന് മനസ്സിലായി, അതുകൊണ്ടാ സഹായം ചോദിച്ചത്. താങ്ക്സ് അമ്മ. കുട്ടി ഇരിക്കേ, ഇങ്ങോട്ടിരിക്കെ. സുനിലേ, ഒന്ന് പുറകോട്ടിരിക്കെ. ആ കുട്ടി അവിടെ ഇരിക്കട്ടെ. ചേച്ചി, ചേട്ടൻ നല്ല ചൂടനാണല്ലേ? ചൂടാവുന്നതും തണുക്കുന്നതൊക്കെ ഓരോ സന്ദർഭത്തിനനുസരിച്ചിരിക്കും. കണ്ടിട്ട് എവിടുന്നോ കുറ്റിയും പൊളിച്ച് വന്ന പോലെ ഉണ്ട്. മതി ആ കുട്ടിയെ കുറ്റം പറഞ്ഞത്. ഒരു ലിഫ്റ്റ് കൊടുത്തതിന് ഇത്ര എന്തിനു ദേഷ്യപ്പെടുന്നു? കുട്ടിയുടെ പേരെന്താ? അപർണ എന്നാ എന്റെ പേര്. ഞാനൊരു ട്രാവൽ വ്ളോഗറാ. ഓ, ക്ഷേത്രങ്ങളെ കുറിച്ചാ കൂടുതൽ വീഡിയോസ് ചെയ്യുന്നത്. ആഹാ, അപ്പോ മൂകാംബിക പോകുന്നതോ അതിനു വേണ്ടിട്ടാ? ഹേയ് അല്ല, എന്റെ ചേച്ചിമാര് അവിടെയാ താമസം. കുടജാദ്രിയുടെ താഴ്വരയില് ഒരു ചെറിയ ഗ്രാമമുണ്ട്. ആണോ? വെരി നൈസ്. യു ആർ ലക്കി. മൂകാംബിക ദേവിയുടെ അടുത്ത് തന്നെ താമസിക്കാൻ കഴിയുന്നത് എന്തൊരു ലക്കാണ് അല്ലേ? അതെ. കുട്ടിക്കാലം തൊട്ടേ ഞാൻ വളർന്നത് ചേച്ചിമാരുടെ കൂടെയാ. ഓ, കുടജാദ്രിയിലേക്കും മൂകാംബികയിലേക്കുള്ള ഓരോ വഴികളും എനിക്ക് മനപ്പാടുവാ. ഓ, മൂകാംബികയെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയോ? അത് പല കഥകളും പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. സൗപർണികയെക്കുറിച്ചും സരസ്വതി മണ്ഡപത്തെക്കുറിച്ചും അവിടുത്തെ രഥോത്സവത്തെക്കുറിച്ചും ഒക്കെ പല കഥകളും കേട്ടിട്ടുണ്ട്. കുട്ടിക്ക് അറിയാലോ മൂകാംബിക ദേവിയെ കുറിച്ചുള്ള കഥകളൊക്കെ, ഐ മീൻ സ്റ്റോറീസ് ഒക്കെ. എന്തിനാ ഇനി കഥ കേൾക്കുന്നെ? ദേവിയെ നേരിട്ട് കാണാൻ പോവല്ലേ? അതെ. അറിയാമെങ്കിലല്ലേ പറയാൻ പറ്റൂ. ട്രാവൽ ബ്ലോഗർ ആണെന്ന് പറഞ്ഞ് ഓരോരുത്തർ എന്തെല്ലാം കഥകൾ പറയുന്നുണ്ട്. അതെല്ലാം സത്യമാണെന്നുണ്ടോ? യഥാർത്ഥ സത്യം എന്താണെന്ന് നമുക്കവിടെ ക്ഷേത്രത്തിലെ പൂജാരിമാരോട് ചോദിച്ചറിയാം. എന്നോടുള്ള ദേഷ്യം ഇതുവരെ മാറിയില്ല അല്ലേ ചേട്ടാ? കുടജാദ്രിയുടെ താഴ്വരയിലെ മൂകാംബിക ദേവിയുടെ ക്ഷേത്രം ഒരു വെറും ക്ഷേത്രമൊന്നും അല്ല. അക്ഷരജ്ഞാനത്തിന്റെ കൈലാസം കയറിയിട്ടുള്ള ശ്രീശങ്കരൻ പ്രതിഷ്ഠിച്ചതാ ദേവിയെ. ഓ, സുപ്രിയ, നീ അറിയുന്നുണ്ടോ ഞാനിവിടെ വന്നത്? കുടജാദ്രിയുടെ താഴ്വരയിലെ ഈ രാത്രി എനിക്കിവിടെ ഓർക്കാനുള്ളത് നിന്നെക്കുറിച്ച് മാത്രം. നിന്നോടുകൂടെ ജീവിക്കാനുള്ള എന്റെ ആഗ്രഹം നീ അറിയുന്നുണ്ടോ സുപ്രിയ? ക്ഷേത്ര ദർശനം കഴിഞ്ഞാൽ അമ്മയും ജ്യോതിയും തിരിച്ചയക്കണം. അവർക്കൊപ്പം തിരിച്ചില്ലാത്ത എന്താണെന്ന ചോദ്യത്തിന് വിശ്വസനീയമായ എന്തെങ്കിലും ഒരു കള്ളം കണ്ടുവെക്കണം. സത്യം അവരോട് പറയാൻ പറ്റില്ലല്ലോ. സമ്പത്തും രാജ്യവും അധികാരമൊക്കെ ഉപേക്ഷിച്ച് ബോധോദയം തേടിപ്പോയ സിദ്ധാർത്ഥ രാജകുമാരന്റെ പാതയാണ് മകൻ സ്വീകരിക്കുന്നതെന്നറിഞ്ഞാൽ അമ്മയ്ക്കത് താങ്ങാൻ കഴിയില്ല. സുപ്രിയ, ബന്ധങ്ങളെല്ലാം ഞാൻ പിന്നിൽ ഉപേക്ഷിക്കേ. എല്ലാവർക്കും ഉള്ളതെല്ലാം ഞാൻ എഴുതി തയ്യാറാക്കിയ വിൽപത്രത്തിലുണ്ട്.
എനിക്കൊന്നും വേണ്ട. ശിഷ്ടകാലം നിന്റെ ആത്മാവ് നിറഞ്ഞു നിൽക്കുന്ന ഈ സൗപർണിക തീരത്തും നിന്റെ സ്വപ്നമായിരുന്ന കുടജാദ്രിയിലും ഈ മൂകാംബികയിലുമെല്ലാം ഞാൻ നിന്നെയും തേടി നടന്നോളാം. അങ്ങനെ തീർക്കണം ഈ ജന്മം. ഈ മായച്ചിപ്പ ആളാകെ മാറിപ്പോയി. പഴയ ആവേശം ചോടിയോ ഒന്നുമില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്ന് നീ പറയുന്നത്? ജ്യോതിയുടെ കാര്യത്തില് മായച്ച ഇനിയും ഒരു തീരുമാനം പറഞ്ഞില്ല. ഞാൻ എന്ത് തീരുമാനം പറയാനാ? അപ്പൊ അവൾ എവിടുന്ന് ഓടിക്കണ്ടേ? എന്തിന്? എന്തിനെന്നോ? അതെ, നമ്മൾ ഇനി അവളെ പുറത്താക്കാൻ ശ്രമിച്ചിട്ട് ഒരു കാര്യമില്ല. ഡിവോഴ്സ് പെറ്റീഷൻ കൊടുത്തിട്ടും ജ്യോതി തിരിച്ചു വന്നില്ലേ? ഇപ്പതേ രണ്ടുപേരും കൂടി മൂകാംബികയിൽ പോയിരിക്കുന്നു. അപ്പൊ അവളെ എവിടുന്ന് ഓടിക്കാനുള്ള പദ്ധതിയെല്ലാം ഉപേക്ഷിച്ചോ? ഞാൻ ഇനി ഒന്നിനുമില്ല. ആദ്യം ജ്യോതിക്ക് വിഷം കൊടുത്തത് ആരാണെന്ന് തെളിയട്ടെ. അത് കഴിഞ്ഞു മതി അവളെ ഓടിക്കുന്ന കാര്യം. മായേച്ചി, ഇതെന്തു പറ്റി? താരേച്ചി എന്തിനാ ദേഷ്യപ്പെട്ടു പോയെ? അവൾക്കിപ്പോ ജ്യോതിയെ പുറത്താക്കണം. ആ, ഞാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതിന്റെ ദേഷ്യം. നന്നായി മായേച്ചി. ഇപ്പോഴെങ്കിലും ജ്യോതിയെ മായേച്ചിക്ക് മനസ്സിലായല്ലോ. അവളൊരു പാവ. എനിക്ക് ഉറപ്പാ മായേച്ചി, DKയുടെ ലൈഫില് ദൈവം തീരുമാനിച്ച ഭാര്യ ജ്യോതി തന്നെയാ. നമ്മൾ എത്ര ശ്രമിച്ചാലും അത് മാറ്റാൻ പറ്റില്ല. അവളോട് സ്നേഹം കൂടിയതുകൊണ്ടൊന്നുമല്ല. തൽക്കാലം ഒരു വെടിനിർത്തൽ, അത്രേയുള്ളൂ. യുദ്ധം ഏത് നിമിഷം വേണമെങ്കിലും വീണ്ടും തുടങ്ങാം. അതുകൊണ്ട് ഒരുപാടങ്ങ് സന്തോഷിക്കണ്ട. ഏതാണ്ടെന്റെ വാല് 12 കൊല്ലം കുഴലിലിട്ടാലും നിവരില്ലെന്ന് പറയുന്നതും ഇതാണോ? കഷ്ടം. അവനെ ജ്യോതിമോളെ നൈസായിട്ടേ എന്നെ മുറി കൊണ്ടുവന്നാക്കിന്നേ. എന്നിട്ട് ഞാൻ ആരാ മോള്? ഞാനേ അവനെ ഡെലിവറി ചെയ്ത മദറാ ഞാൻ. ഞാൻ അവളെ റിട്ടേൺ ടിക്കറ്റിലെ അവളുടെ റൂമിൽ തന്നെ കൊണ്ടാക്കി. രണ്ടുപേരും കൂടെ മിണ്ടിയും പറഞ്ഞൊക്കെ ഇരിക്കുമ്പോഴേ ചിലപ്പോ അങ്ങോട്ട് ലവ് ചെയ്തോളൂ. നന്നായി പത്മാവതി അമ്മേ. മൂകാംബിക ദേവിയെ തൊഴുതു വരുമ്പോ അവരുടെ ലൈഫിലെ എല്ലാ പ്രശ്നങ്ങളും മാറും. ഇവിടെ ഭയങ്കര കൂളിംഗ് എന്റെ സുധാരൻ നായരെ. കൂളിങ്ങോ? അതിന് AC അങ്ങ് ഓഫ് ആക്കിയാ പോരെ? സുധാരൻ നായരെ, AC വർക്ക് ചെയ്യുന്നില്ല ഇവിടെ. അല്ലാതെ തന്നെ ഇവിടെ ഭയങ്കര തണുപ്പാ. ഓ, അങ്ങനെ. സുധാരൻ നായരെ, യു ഡോണ്ട് വറി. എന്തായാലും ഞങ്ങളിവിടെ എത്തിയല്ലോ. ഓ, ഇനി മൂകാംബിക ദേവിയെ അവരെ തമ്മിൽ ജോയിന്റ് ആക്കി ലവ് ചെയ്യിപ്പിച്ചോളൂ. അപ്പൊ ശരി സുധാരൻ നായരെ, ഞാൻ നാളെ വിളിക്കാം കേട്ടോ. ശരി പത്മാവതി അമ്മേ. ഓ, അച്ഛാ, ഏ? അമ്മ എന്താ പറഞ്ഞേ? അവര് സുരക്ഷിതമായിട്ട് മൂകാംബികയിലെത്തി. ഇപ്പൊ ഹോട്ടലിലുണ്ട്. ചേച്ചി അമ്മയുടെ അടുത്തുണ്ടോ? ഇല്ല, പത്മാവതി അമ്മ ജ്യോതിയെ DKയുടെ മുറിയിൽ കൊണ്ടാക്കിയിരിക്കുക. പത്മാവതി അമ്മ എടുത്ത് DKയുടെ വല്ല കളി നടക്കുവോ? ഹലോ മിസ്റ്റർ DK. ആ, നീയോ? അതെ, ഞാൻ തന്നെ. നീ നേരം വെളുക്കുന്നതിന് മുമ്പ് തന്നെ വീട്ടിൽ നിന്ന് പുറത്തിയാടിയോ? അതോ ശല്യം സഹിക്കാതെ ചേച്ചിമാരെ ഇറക്കി വിട്ടോ? അല്ല, എന്താ ഇവിടെ? നിങ്ങളെ കാണാൻ തന്നെയാ. ഉറക്കമൊക്കെ സുഖായിരുന്നല്ലോ അല്ലേ? അറിഞ്ഞിട്ടെന്തിനാ? അതെ, മൂകാംബികയിൽ വരുന്നവര് സമാധാനമായും ശാന്തമായും ഉറങ്ങുകയും ഉണരുകയും വേണം. മൂകാംബിക ദേവിയെ
നേരിൽ കണ്ട് തൊഴാൻ സാധിക്കുന്നത് ജന്മഭാഗ്യമായിട്ട് വേണം കരുതാൻ. അതെ, നിന്റെ വിവരണമൊന്നും വേണ്ട. കാര്യങ്ങളൊക്കെ ഞാൻ മറ്റാരോടെങ്കിലും ചോദിച്ച് മനസ്സിലാക്കിക്കോളാം. ആര് പറഞ്ഞു തരുന്ന അറിവായാലും അത് സ്വീകരിക്കണം. നിങ്ങളൊരു വല്ലാത്ത ജാടയാണെന്ന് എനിക്കിപ്പോ മനസ്സിലായി. ഉള്ളിൽ കുറച്ച് ഞാനെന്ന ഭാവമുണ്ട്, അത് മാറണം. ആ, എന്റെ സ്വഭാവം അങ്ങനെ ആരെങ്കിലും വിചാരിച്ചാൽ മാറുന്നതല്ല. അതെന്റെ ക്യാരക്ടറിന്റെ ഭാഗം. അഹംബോധം നല്ലതാ, പക്ഷേ അഹംഭാവം അത് നിങ്ങൾക്ക് ചേരില്ല DK. സാരമില്ല, എല്ലാം വഴിയെ ശരിയായിക്കോളും. അല്ല, എവിടെ നിങ്ങളുടെ ഭാര്യ? എനിക്കറിയില്ല. അറിയില്ലേ? നിങ്ങൾ എന്തൊരു മനുഷ്യനാ DK. ആ, ദേ നോക്കി, ദേവി എഴുന്നള്ളിക്കുന്നത്. ഓ അമ്മേ, മൂകാംബികെ കാത്തുരക്ഷിക്കണേ. അതെ, നിങ്ങൾ ഇവിടെ നിന്നോ, ഞാൻ പോയി രസീത് വാങ്ങിച്ചിട്ട് ഇപ്പൊ വരാം. അല്ല, കാശ് വേണ്ടേ? എല്ലാം കൂടി ഒരുമിച്ച് തന്നാ മതി. ശരി. ഒടുവിൽ ആരൊക്കെയോ ചേർന്ന് അവൾക്ക് വിഷവും കൊടുത്തു. എന്നിട്ടും അവൾ ഇവിടേക്ക് തന്നെ തിരിച്ചു വന്നു. അതുകൊണ്ട് അവളുമായിട്ടുള്ള ശീതയുദ്ധം ഞാനങ്ങ് അവസാനിപ്പിച്ചു. ഇനി ആർക്കു വേണ്ടി അവളോട് യുദ്ധം ചെയ്യാൻ ഞാനില്ല. യുദ്ധം ചെയ്ത് മാത്രമല്ലല്ലോ ജയം. പിന്നെ നീ എന്താ ഉദ്ദേശിച്ചത്? ജ്യോതി തിരിച്ചു വരുമ്പോ നമ്മൾ അവളുടെ കൂടെ നിൽക്കണം. അവളുടെ ഉദ്ദേശം എന്താണെന്ന് അറിയണം. അവള് വീണ്ടും ഇവിടെ തന്നെ നിൽക്കാനാണ് ഉദ്ദേശമെങ്കിൽ അപ്പൊ നമുക്ക് പഴയതുപോലെ അവള് പുറത്താക്കാനുള്ള വഴികൾ ആലോചിക്കാം. അതൊക്കെ ഇനി നിങ്ങൾ ഒറ്റയ്ക്കങ്ങ് ചെയ്താ മതി. ഒന്നിനും ഞാനില്ല. അതെ, ഞാൻ വേറൊരു കാര്യം പറയാം. അവര് 3 പേരും കൂടി അമ്പലത്തിൽ പോയതോടുകൂടി നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയിരിക്കുക. ഇത് നമുക്ക് ശരിക്കൊന്ന് വിനിയോഗിച്ചാലോ? എങ്ങനെ? എല്ലാവർക്കും കൂടെ ഇന്നൊരു സിനിമയ്ക്ക് പോയാലോ? ഞാനില്ല, എനിക്കതിനുള്ള മൂഡില്ല. എന്തു പറ്റി? ഏഷണി പറഞ്ഞത് അങ്ങോട്ട് ഏറ്റില്ല അല്ലേ? ഞാൻ ഒരു ഏഷണിയും പറഞ്ഞില്ല. ഞാൻ കേട്ടു. എന്തായാലും മായേച്ചിയുടെ മനസ്സിന് മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മാറോ ഇല്ലയോന്ന് നമുക്ക് നോക്കാം. ഇതാണ് സരസ്വതി മണ്ഡപം. കേറിക്കോളൂ. അമ്മേ, ഇവിടെ വരുന്നവരെല്ലാം ഇവിടെ ഇരുന്ന് എന്തെങ്കിലും എഴുതുന്നത് ദേവിക്ക് വലിയ ഇഷ്ടമാ. ഇത് പിടിക്കും, ഇതിലെഴുതിക്കോളൂ. അമ്മ എഴുതണ്ട, പ്രാർത്ഥിച്ചാ മതി കേട്ടോ. ഓ, ഇരിക്കൂ. എന്റെ ദേവി, ഇവരുടെ മനസ്സില് പരസ്പരം ലവ് തോന്നിപ്പിക്കണേ. എന്റെ അമ്മേ, അമ്മേ നാരായണ. അത് ഇവിടെ വരുന്നവർ കുടജാദ്രിയിലും ശങ്കരപീഠത്തിലും പോകണം. എന്നാലേ ദർശനം പൂർത്തിയാകൂ.
ദേവി സ്വയംഭൂവായത് കുടജാദ്രിയിലാണ്. പോകണം സ്വാമി, ഞങ്ങൾക്ക് കുടജാദ്രി പോകണമെന്നുണ്ട്. അല്ല, നിങ്ങൾ രണ്ടുപേരും കൂടെ പോയിട്ട് വാ. ഞാനിവിടെ ദേവീസന്നിധിയിൽ ഇരുന്നോളാം. അനുഭവങ്ങളുടെ ജീവിത സാക്ഷ്യമാണ് കുടജാദ്രി. മൂകാംബികാദേവിയുടെ മൂലസ്ഥാനമാണ്. ഞാനും കൂടി വരാം. ക്ഷേത്രത്തിന് താഴെ നിന്നാ ജീപ്പ് കിട്ടുമല്ലോ. അത് വേണ്ട, ഞങ്ങൾ പോയിക്കോളാം. അത് പറ്റില്ല, ഞാനും വരും. ഇന്നത്തെ എന്റെ ദിവസം ഞാൻ നിങ്ങൾക്ക് തന്നു കഴിഞ്ഞു. അത് നന്നായി. കുട്ടി കൂടെയുണ്ടെങ്കിൽ ഇവർക്കൊരു സഹായമാവും. അതെ. അതെ. അല്ല, കുടജാദ്രിയിലേക്ക് ഒരുപാട് ദൂരമുണ്ടോ? ഏകദേശം 42 കിലോമീറ്റർ ദൂരമുണ്ട്. ഓ, ആ കാട് മുഴുവൻ പരാശക്തിയുടെ സാന്നിധ്യമാണ്. നിങ്ങൾ പോയി വരൂ. എന്നാ പിന്നെ നമുക്ക് ഇറങ്ങാം. ഈ യാത്രയിൽ ഇനി ഇവിടെ കൂടി സഹിക്കണമല്ലോ. ഹലോ, അങ്ങനെ എന്നെ ഒഴിവാക്കി പോവാന്ന് നിങ്ങൾ കരുതണ്ട. ഇന്നൊരു ദിവസം എന്നെ സഹിച്ചേ പറ്റൂ. കലകളുടെ അമ്മയാണ് സാക്ഷാൽ മൂകാംബികാദേവി. മഹാകാളിയും മഹാലക്ഷ്മിയും മഹാസരസ്വതിയും ശിവശക്തിയും ഐക്യരൂപത്തിൽ കുടികൊള്ളുന്ന ശ്രീ മൂകാംബികാദേവിയെ ദർശിച്ചാൽ ദുരിതശാന്തിയും ഐശ്വര്യവും താനേ വന്നു ചേരും. പ്രകൃതിയും വികൃതിയും കലയും കാവ്യവും കുണ്ടലിനി ശക്തിയുമെല്ലാം ഈ ദേവി തന്നെ. ഇതാണ് മൂകാംബികാ തത്വം. ആ സ്വാമി, അവരിപ്പോ അങ്ങ് എത്തിക്കാണുവോ സ്വാമി? ഇല്ല, അവരിപ്പോ ആത്മചൈതന്യത്തിന്റെ കൊടുമുടിയിലേക്കുള്ള യാത്ര തുടങ്ങിയിട്ടേയുള്ളൂ. കുടജാദ്രിയിലെ വനത്തിലാണ് വസിഷ്ഠമുനിയും ശങ്കരാചാര്യരും കോലമഹർഷിയും പിന്നീട് മൂകാസുരനായി മാറിയ കമ്പാസുരനും എല്ലാം തപസ് ചെയ്തത്. പരാശക്തി തന്നെയാണ് കമ്പാസുരനെ മൂകനാക്കിയത്. ഇല്ലെങ്കിൽ ലോകത്തിന് നാശം വിതയ്ക്കാനുള്ള വരം അവൻ വാങ്ങുമായിരുന്നു. മൂകാസുര നിഗ്രഹം നടത്തിയ ശൂലം ഇപ്പോഴും കുടജാദ്രിയിൽ തല ഉയർത്തി നിൽക്കുന്നുണ്ട്. DK? സുപ്രിയ, 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 നീ എവിടെയാ? സുപ്രിയ, സുപ്രിയ,
ഇവിടെ ഈ തൊട്ടുപോകുന്ന കാറ്റിൽ ഞാനുണ്ട് DK. സുപ്രിയ, സുപ്രിയ. നമുക്ക് പോയാലോ? കുറച്ച് കഴിഞ്ഞിട്ട് പോയാ പോരെ? പോവാം. ഓ ഹലോ. എന്താ ഇത്? പോണ്ടേ? ഞാൻ എന്റെ കാലൊന്ന് തെറ്റിയതാ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. പത്മാവതി അമ്മേ, ഇതാ കഴിച്ചോളൂ. ജ്യോതി, കണ്ണു തുറക്ക് ജ്യോതി. ജ്യോതി, കണ്ണു തുറക്ക്. DK, വിഷമിക്കണ്ട, ഒന്നും സംഭവിക്കില്ല. ദേവി കാത്തോളൂ. ദാ ജ്യോതിയുടെ താലിയാ. താഴെ കിടന്ന് കിട്ടിയതാ. പവിത്രമായ താലി ഒരു ഭാര്യയുടെ കഴുത്തിൽ നിന്ന് നഷ്ടപ്പെടുന്നത് അത്ര നല്ലതല്ല. ദാ വീട്ടില് ജ്യോതി, ജ്യോതി,
ഇല്ല, നിങ്ങൾക്കൊന്നും പറ്റിയില്ലല്ലോ അല്ലേ? ഇല്ല. പേടിക്കണ്ട, ഒന്നുമില്ല. ദേവി, നീ രക്ഷിച്ചു. മതി എനിക്ക്. കുറച്ചുകൂടെ. DK? സുപ്രിയ, ഇവിടെ വെച്ചാണ് മൂകാംബിക ദേവി മൃഗാസുരനെ കൊന്നത്. ഈ ശൂലം കൊണ്ട് കൊന്നുവെന്നാണ് സങ്കല്പം. അഹങ്കാരത്തിന്റെ അസുരനെ ഇല്ലാതാക്കിയ കുടജാദ്രിയിലെ മഹാകാളി സങ്കല്പം. ഇവിടുത്തെ കാറ്റിന് പോലും എന്തൊരു ശാന്തതയല്ലേ? പോകാം. അല്ല, അപർണയെ കണ്ടില്ലല്ലോ. വരുമായിരിക്കും. വാ. ജ്യോതി, ഇത്രയൊക്കെ ഞാൻ അവഗണിച്ചിട്ടും ഒരിക്കൽ പോലും നിനക്കെന്നോട് വെറുപ്പ് തോന്നിയിട്ടില്ലേ? അതാണ് ഭാര്യ. താലി കഴുത്തിൽ അണിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു പെണ്ണിന് ഏറ്റവും വലുത് അവളുടെ ഭർത്താവാ. മറ്റെല്ലാ ബന്ധങ്ങളും അവളിൽ നിന്ന് അകന്നു പോവും. അമ്മ, അച്ഛൻ, മക്കൾ, അങ്ങനെ എല്ലാ ബന്ധങ്ങളും സ്ത്രീയുടെ ജീവിതത്തിൽ നിന്ന് അകന്നു പോവും. മരണം വരെ കൂടെ നിൽക്കുന്ന ഒരു ബന്ധം ഒന്നേ ഉള്ളൂ, ഭാര്യ ഭർത്തൃബന്ധം. ദൈവത്തിനോട് ആർക്കെങ്കിലും വെറുപ്പ് തോന്നോ? എന്റെ ദൈവോ? എന്നാ നമുക്ക് പോവാം. കുറച്ച് സമയം കൂടി എനിക്കിങ്ങനെ ഇരിക്കാൻ തോന്നാ. നമുക്ക് ഇനിയും വരാം. അപ്പൊ ഇറങ്ങാം നമുക്ക്.
തെറ്റുകൾ മാത്രമേ ഞാൻ കണ്ടിരുന്നുള്ളൂ. എന്നാൽ നീയോ എന്റെ നന്മകൾ മാത്രം കണ്ടു. ഇന്നു മുതൽ ഞാൻ നിന്നിലെ ശരികൾ മാത്രം കാണാൻ തുടങ്ങുകയാണ്. ആ താഴ്വരയിൽ നിന്ന് ഇടത്തോട്ട് പോയി 3-ാമത്തെ വളവ് തിരിഞ്ഞുള്ള മരത്തിന്റെ അവിടുന്ന് നോക്കിയാൽ എന്റെ വീട് കാണാം. ജ്യോതി വാ. വാ പോ. എല്ലാം എന്റെ ഡിക്കിൽക്കണം തന്ന ഹാപ്പിയാ. എന്റെ കൃഷ്ണ ഗുരുവായൂരപ്പാ. എനിക്കെന്തായാലും സന്തോഷായി. എപ്പോഴെങ്കിലും DK ജ്യോതി മനസ്സിലാക്കിയല്ലോ. മൈ ലിറ്റിൽ കണ്ണ, ഓ നിന്നോടുള്ള താങ്ക്സ് എങ്ങനെയാ പറയേണ്ടതെന്ന് എനിക്കറിയില്ല കണ്ണ. ഐ ഡോണ്ട് നോ കണ്ണ. ഇത്രയും കാലം ഞാൻ നിന്നോട് പ്രേ ചെയ്തു. ഇന്ന് നീ അത് ട്രൂത്താക്കി തന്നു. മൂകാംബിക ദേവിയെ കുറിച്ച് വായിച്ചിട്ടുണ്ട്. ഒരിക്കലും അവിടെ ചെല്ലുന്നവർ പിന്നെ ദേവിയുടെ പീപ്പിളായിട്ട് മാറും. DK ജ്യോതിയും രണ്ടായിട്ടാ ദേവിയെ കാണാൻ വേണ്ടി ചെന്നത്. പക്ഷേ ദേവി അവരെ ഒന്നാക്കിയ അവരെ തിരിച്ചുവിട്ടത്. ആ മഹത്വ ദേവിയുടെ കയ്യില്. അവന്റെ ലവ് മുഴുവൻ അവൻ ജ്യോതിക്ക് കൊടുത്തു കണ്ട. സുപ്രിയ അവന്റെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോയി. ഇപ്പോ അവിടെ ജ്യോതി മാത്രമേ ഉള്ളൂ. അമ്മേ, ഞങ്ങൾ എന്തൊക്കെയാ അമ്മേ കാണുന്നത്? അവരുടെ ശത്രുത അവസാനിച്ചോ? സത്യം പറ അമ്മ, അമ്മ കണ്ണനോട് പറഞ്ഞതൊക്കെ നേരാണോ? നിങ്ങൾ ഒന്നു മാത്രം മനസ്സിലാക്കിയാൽ മതി. എനിക്കിനി എന്റെ മകനെ ഓർത്ത് ഒരു ദുഃഖവുമില്ല. കാരണം സുപ്രിയയുടെ പ്ലേസിൽ അവൾ ജ്യോതിയെ എപ്പോഴേ എത്തിക്കഴിഞ്ഞു.
ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.